നമ്മൾ ഓരോ കാര്യത്തിലും ചില പക്വതയും നിലപാടുകളും പുലർത്തേണ്ടതുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. അപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് അതിലെടുത്തൊരു സമീപനമുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കട്ടെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആർക്കൊക്കെ ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ടോ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോ എന്നുള്ള നിലപാടല്ലേ ഈ ഗവൺമെൻറ് എടുത്തത്. പക്ഷേ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് എന്താ കേരളത്തിൽ സംഭവിച്ചത്? സഖാക്കള് കള്ളന്മാരാണ്, അയ്യപ്പൻ്റെ എടുത്തുകൊണ്ട് പോയി, സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി എന്നൊരു പാരഡി പാട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുകയായിരുന്നില്ലേ? എത്ര മ്ലേച്ഛമാണത്, എത്ര നിലവാരശൂന്യമാണ്. വലിയ നിലവാരമുള്ളവരെ പോലൊക്കെ അല്ലേ ഈ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ സംസാരിക്കുന്നത്. സഖാക്കളെല്ലാം കള്ളന്മാരാണോ? സഖാക്കൾ ആരെങ്കിലും കള്ളന്മാരാണെങ്കിൽ അവരുടെ മേൽ വേറെ ആരും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. പാർട്ടി നടപടിയെടുക്കും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പം അതാണ് ചരിത്രം. ആ സമയത്താണ് ഇത്തരത്തിൽ പോറ്റിയെ കയറ്റിയത് സഖാക്കളാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട്. പാരഡിഗാനമായിട്ട് ഇപ്പോൾ എന്ത് വേണമെങ്കിലും പറയാം. എന്തെല്ലാം ആരെക്കുറിച്ച് എന്തെല്ലാം അപവാദങ്ങളും പാരഡി രൂപത്തിൽ പറയുന്നു ഇല്ലേ? മുണ്ടശ്ശേരി മണ്ടനാണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഒരു മുദ്രാവാക്യം ഒരുതരം പാരഡിയാണ്. ഇപ്പോൾ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മണ്ടനാണെന്ന് പറയുന്നത് മണ്ടന്മാർക്ക് മാത്രമേ പറ്റൂ. പക്ഷെ അതാണ് വിമോചന സമര കാലത്ത് പറഞ്ഞത്. മുണ്ടശ്ശേരി മാഷ എഴുതി ഏതെങ്കിലും ഒരു പുസ്തകം മറിച്ച് നോക്കിയാൽ മുണ്ടശ്ശേരി മണ്ടൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ പ്രാസം ഒപ്പിച്ച് എന്ത് വേണമെങ്കിലും പറയാം. അതാണ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും രാഷ്ട്രീയം. EMSനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്ന മുദ്രാവാക്യങ്ങളുണ്ട്. കോൺഗ്രസ്സുകാർ വിളിച്ച മുദ്രാവാക്യം, AKGയെ കുറിച്ച് വിളിച്ച മുദ്രാവാക്യമുണ്ട്. AKGയുടെ വയ്യാതെ മെഡിക്കൽ കോളേജ് ആശുപത്രി കിടക്കുമ്പോൾ. ഇതൊന്നും നമ്മൾ മറന്നുപോയിട്ടില്ല. അപ്പം നിലവാരമില്ലാത്ത പ്രചരണങ്ങളും മുദ്രാവാക്യങ്ങളും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും അവസാനത്തെ ആശ്രയമാണ്. അതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ എന്താ നമ്മൾ കണ്ടത്? അടൂർ പ്രകാശ് ഒക്കെ ആയിട്ട് എനിക്ക് വലിയ ആദരവുള്ള ഒരു വ്യക്തിത്വമാണ് സോണിയാഗാന്ധി. ഡൽഹിയിൽ വെച്ച് ഞങ്ങൾക്ക് പലപ്പോഴും കാണാനും സംസാരിക്കാനും ഇടയായിട്ടുണ്ട് സാമൂഹ്യ ചടങ്ങുകളിൽ. അവരെ കുറ്റപ്പെടുത്താനോ അവർക്ക് നേരെ സംശയത്തിൻ്റെ വിരൽ ചൂണ്ടാനോ ഒന്നും ഞങ്ങൾ തയ്യാറല്ല. പക്ഷെ പോറ്റിയെ കയറ്റിയ സഖാക്കളാണെന്നുള്ള കള്ള വ്യാജ പാരഡി ഇറക്കി വോട്ട് പിടിച്ച് കുറച്ച് തെരഞ്ഞെടുപ്പിൽ കുറച്ച് മെച്ചം ഉണ്ടാക്കാൻ പറ്റി. ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് UDFൻ്റെ ഭരണകാലത്ത് UDFുകാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് ശബരിമലയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സമയത്താണ് ഈ കുറ്റവാളി എന്ന് ഇപ്പം ആരോപിക്കപ്പെടുന്നത്. അങ്ങനല്ലേ പറയാൻ പറ്റൂ? കോടതി വിധിക്കുന്നവരെ പറയാൻ പറ്റുള്ളൂ. ആ വ്യക്തി ഇംപ്രഗ്നബിൾ എന്ന് പറയാവുന്ന ഒരു താമസ സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ സുരക്ഷാ സംവിധാനം ഭേദിച്ച് അകത്തേക്ക് കടക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു കോട്ട പോലെ കാവലുള്ള സംവിധാനമാണ്. പിന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കുമ്പോഴൊക്കെ അവിടെ പോകാൻ ഇപ്പം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം എനിക്കും അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലുള്ള സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥലവും സോണിയാഗാന്ധിജിയുടെ സ്ഥലവും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അവിടെ പോയിട്ട് എന്ത് അവർ ആവശ്യപ്പെട്ടിട്ടോ ഉദ്ദേശിച്ചിട്ടോ ആയിരിക്കില്ല. അങ്ങനെയാണ് ഇപ്പോൾ അടൂർ പ്രകാശ് വിശദീകരിക്കുന്നത്. എനിക്കറിഞ്ഞുകൂടാ, മറ്റാരോ ആവശ്യപ്പെട്ടിട്ടത് പിന്നെ പൂജിച്ച പിന്നെ ചരട് കെട്ടി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്നെ കൂടെ വിളിച്ച് ഞാൻ പോയെന്നാണ്. ഉരുളുകയാണ് കിടന്നിട്ട്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വേണം ആർക്കെതിരായിട്ടും നമ്മൾ ആരോപണം ഉന്നയിക്കാൻ. അത് ഇവർ മറന്നുപോയി. CPMവുമായി ബന്ധപ്പെട്ട ചിലർ ഈ കേസിൽ പോലീസുകാരാൽ വിളിക്കപ്പെടുകയും ജയിലിലടയ്ക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ബാക്കി കുറേ പ്രതികളുണ്ടല്ലോ, കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഇതുപോലെ പ്രശസ്തരല്ലേ, അത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം കാര്യം. അതൊന്നും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ശബരിമല വിഷയം ഉപയോഗിച്ച് പാർട്ടി കുറ്റം ചെയ്തു, അയ്യപ്പൻ്റെ എല്ലാം മോഷ്ടിച്ചു പ്രസംഗിക്കുന്നു പറഞ്ഞാൽ ഇനി
മൂന്നാമതൊരു തവണ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നാൽ അയ്യപ്പ വിഗ്രഹം അവിടെ ഉണ്ടാവില്ലെന്നാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രസംഗിക്കുകയാണ്. ദയനീയമാണെന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.